കുടിക്കുന്നില്ല. എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ സുന്ദരന്മാരും സുന്ദരികളും, എനിക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ സൗന്ദര്യമില്ല. ായിട്ട് ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നതിനിടയിൽ ചേച്ചി പൊളിറ്റിക്കൽ ഇൻകറക്റ്റിനെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിച്ചു. പൊളിറ്റിക്കൽ പണ്ടാണെങ്കിലും ചേച്ചി ഇപ്പം ശ്രീനിവാസൻ എന്താ സൗന്ദര്യം ഇല്ലേ എന്ന് മറ്റൊരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, അങ്ങനല്ല ചോദിച്ചേ. അതിന്റെ ചോദ്യം അവർ ചോദിച്ചത് പലരും ഇത് മാറ്റി മാറ്റി തെറ്റിദ്ധാരണയാകുന്നത്. സുരേഷ് ഗോപി, മമ്മൂട്ടി, മോഹൻലാൽ 3 പേരുടെ സിനിമ വന്നാൽ നിങ്ങൾ ആരുടെ സിനിമ ചെയ്തു വെച്ചു? ഞാൻ പറഞ്ഞതിനിടയ്ക്ക് ശ്രീനിവാസന്റെ ഒരു പടം ഉള്ളത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. മനസ്സിലായോ? അല്ലാതെ സൗന്ദര്യത്തിന്റെ കാര്യം കുടിക്കുന്നില്ല. എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ സുന്ദരന്മാരും സുന്ദരികളും, എനിക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ സൗന്ദര്യമില്ല. ചോദ്യം അതായിരുന്നു, ചേച്ചി പറഞ്ഞ വാക്കുകൾ ഒരുപാട് എന്നെ പേഴ്സണലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പേഴ്സണലായിട്ടും ഇഷ്ടമല്ല. എൻ്റെ അടുത്തിരുന്നു ആരും ഇങ്ങനെ ഇങ്ങനെ പിന്നെ കറുത്തിരിക്കുന്നു, ചുവന്നിരിക്കുന്നു, നമ്മൾ എന്തോന്ന് അപ്പോയിൻമെന്റ് എഴുതി കൊടുത്തിട്ടാണോ ഇവിടുത്തെ ഇങ്ങനെ വന്നിരിക്കുന്നത്? നമ്മളെ കഴിവെല്ലാം ഉണ്ടോ ഇതിനകത്ത്? അപ്പം ജനിച്ച സമയത്ത് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം, വലിയ കുഴപ്പമില്ലാതൊക്കെ എങ്ങ് പോകുന്നു. കണ്ണിരിക്കുന്നിടത്ത് കണ്ടിരിക്കുന്നു, മൂക്കിരിക്കുന്നിടത്ത് മൂക്കിരിക്കുന്നു, അല്ലേ? അപ്പോൾ അത് എൻ്റെ ക്രെഡിറ്റ് ആയിട്ട് കണക്കാക്കി ഞാൻ സൗന്ദര്യമാണ് അല്ലെങ്കിൽ സുന്ദരിയാണ്, അത് അയാൾ കാണാൻ കൊള്ളാത്തവരാന്ന് ഇങ്ങനെ പറയുന്നത് ആർക്കും പറയാനൊക്കത്തില്ല. എനിക്ക് ഇഷ്ടമല്ല. സിനിമയിൽ കൊമേഡിയനെ ഒരു മോശക്കാരനാക്കുന്ന പ്രവണതയുണ്ടല്ലോ, അത് കാലാകാലങ്ങളിൽ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. പക്ഷെ അതുപോലും ഒരു പരിധിക്കപ്പുറം പോയി ആസ്വദിക്കാൻ എനിക്ക് പറ്റാറില്ല. അയാളുടെ ഏരിയയിൽ അയാൾ ഹീറോ അല്ലേ, അയാളുടെ വീട്ടിൽ അയാളുടെ കൂട്ടുകാരുടെ ഇടയ്ക്ക് അയാളുടെ കുടുംബത്തിൽ അവരുടെ മക്കൾക്ക്. അപ്പോൾ അത് കുറേ നേരം കണ്ടുകൊണ്ടിരിക്കും, അച്ഛനെ കളിയാക്കൊണ്ടിരിക്കുന്നത് എത്ര മക്കളാണ് ഇഷ്ടപ്പെടുന്നത്. പിന്നെ അതിപ്പോൾ ഒരു ശീലമായതുകൊണ്ട് പിള്ളേരൊക്കെ അതങ്ങ് കണ്ട് ചെയ്യുന്നു. പക്ഷെ പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ല. സൗന്ദര്യത്തിനെ ഡിഫൈൻ ചെയ്യാൻ പറയുവാണെങ്കിൽ അതല്ല ഇപ്പൊ പറഞ്ഞു. എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ സുന്ദരന്മാരും സുന്ദരിയോടോ, അല്ലാത്തവരൊക്കെ അതും ഇല്ലാത്തവരോ ഞാൻ പറഞ്ഞില്ല. അത്രേ ഉള്ളൂ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞത്.